ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു ദിവസവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അനേകം പേർക്ക് ഈ സമയം വളരെ വേദനയോടുകൂടി, ഭാരത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, കണ്ണുനീരോടുകൂടി നെട്ടോട്ടം ഓടുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുഖം ഒന്നുകൂടി അന്വേഷിക്കുവാൻ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുവാൻ ലഭിച്ച നല്ല ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഈ ഫേസ്ബുക്ക്, ഈ ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അതുപോലെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം ഓരോ ദിവസവും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്ന ദൈവദാസന്മാർക്കായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അനേകം പേർക്ക് ആശ്വാസകരമായി തീരുന്നുവെന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം കരയറ്റാം. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ, സന്തോഷത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിന് വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഫേസ്ബുക്കിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ അവസരം തന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, അവരെയൊക്കെ ഈ ദിവസം ഓർക്കുകയാണ്. ഈ നിമിഷം അവരെയൊക്കെ ഓർക്കുകയാണ്. ദൈവവചനത്തെ അനേക ഇടങ്ങളിലേക്ക് അത് വിതയ്ക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള, സന്ധിവജ്ജകളെ ബലപ്പെടുത്തുന്ന, ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ ദിവസവും അത് അതിന്റെ ശക്തിയോടുകൂടെ കേൾക്കുവാനും, അത് പറയുവാനും, അത് കേൾക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസകരമായി തീരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അറിയാവുന്ന ഒരു ഗാനം ആലപിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നേ പിരിഞ്ഞി ലോകയാത്ര, ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, ചാരന്മാരെ വരിക്കുമോ വത്സലാം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര
ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര പ്രാകൃതരാജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ പാടി വിളിച്ചാൽ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ പാടി വിളിച്ചാൽ. സുന്ദരനാം മനോഹരം പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവാൻ. ഭിന്നത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവാൻ. സുന്ദരനാം മനോഹരം ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിച്ചിടുന്നു. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിച്ചിടുന്നു. പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എന്നെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ പ്രിയനെ പോലെ സുന്ദരനായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സുന്ദരൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതിസുന്ദരനായിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കോമള രൂപനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ പോലെ സുന്ദരനായി ഈ ലോകത്ത് ഹല്ലേലൂയ മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പാടിയതുപോലെ ഹല്ലേലൂയ എന്റെ പ്രിയനെ പോൽ സുന്ദരനായിരിക്കുന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ നല്ല ദൈവമായിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ, ഇന്നത്തെ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ചിന്തയ്ക്കായിട്ട് നാം എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹല്ലേലൂയ വിശ്വാസം എന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. നാം വിശ്വാസത്തിൽ എത്രയധികം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശക്തരായിരിക്കും, നാം വിശ്വാസത്തിൽ എത്രയധികം ബലപ്പെട്ടിരിക്കുന്നുവെന്ന് നാം തന്നെ ഇന്ന് പകൽക്കാലം പരിശോധിക്കേണ്ടതായിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ പഴയ നിയമകാലത്തെ അപ്പോസ്തലന്മാരായിരിക്കുന്നവർ അല്ലെങ്കിൽ അവർ വിശ്വാസ
വിശ്വാസത്തിൽ ഹല്ലേലൂയ ഉറച്ചവരായിരുന്നു. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരായിരുന്നു. അല്പത്തിൽ വിശ്വസ്തരായിരുന്ന അവരെയൊക്കെ ഹല്ലേലൂയ ദൈവം അധികത്തിൽ വിചാരകരാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നത്തെ നമ്മുടെ വേദ ചിന്തയ്ക്കായിട്ട്, ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായിട്ട് തിരുവെഴുത്തിൽ നിന്ന് ഒരു വചനം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 13:5. 2 കൊരിന്ത്യർ 13:5. ആരെങ്കിലും ഈ ലൈവ് ശ്രവിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്ലൈ തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. വായിക്കാം. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടതായത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് എന്ന് ശോധന ചെയ്യുവാൻ കഴിയും? ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നവനാണോ? ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നവൻ ആണോ? ഹല്ലേലൂയ. വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അതിലെ ഏറ്റവും വലിയ ഒരു തൂണ് പോലെയാണ്. ഹല്ലേലൂയ. അതിൽ ഏറ്റവും വലിയ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ പ്രൈസ് അതിന് ശക്തി പകരുന്ന, അതിന് ബലം പകരുന്ന നട്ടെല്ല് എന്ന് പറയുന്നത് വിശ്വാസം എന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, വിശ്വാസത്തിൽ ജീവിച്ച ഒത്തിരി അധികം ദൈവഭക്തന്മാരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തരായിരുന്ന പ്രൈസ് ഒത്തിരി അധികം ദൈവഭക്തന്മാരെ നമുക്ക് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വിശ്വാസം ഹല്ലേലൂയ കേവലം ഹല്ലേലൂയ ഒരു വിശ്വാസം, ഹല്ലേലൂയ പൊതുവായ ഒരു വിശ്വാസമല്ല ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ വിശ്വാസം ഹല്ലേലൂയ പിശാചിനുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനത്തിൽ ചിന്തിക്കുമ്പോൾ പിശാചും ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യാക്കോബിന്റെ ലേഖനം 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിശാചിനും ദൈവത്തെ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ പ്രൈസലോ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് കേവലം ഹല്ലേലൂയ പറഞ്ഞു തീർക്കുന്ന അല്ലെങ്കിൽ വാക്കുകളിൽ പറഞ്ഞൊതുക്കുന്ന ഒരു വിശ്വാസമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം എബ്രായ ലേഖനം വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രൈസ് ദി ലോർഡ് ഒരു നീണ്ട നിര തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. വിശ്വാസത്താൽ അവർ പലതും ചെയ്യുവാൻ ഇടവന്നു. വിശ്വാസത്താൽ അവർ മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. വിശ്വാസത്താൽ അവർ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഹല്ലേലൂയ ഇന്ന് പ്രൈസ് തിരുവചനത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത് വിശ്വാസത്താൽ നാം മുന്നേറുകയാണെങ്കിൽ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മിൽ പലപ്പോഴും അവിശ്വാസം കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ യാക്കോബിന്റെ ലേഖനം 2:19 നമുക്ക് കാണുവാൻ കഴിയുന്നു, പിശാച് വിശ്വസിക്കുകയും ചെയ്യുന്നു, ദൈവമെന്ന് പറയുമ്പോൾ പിശാച് വിറയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ട വിശ്വാസം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 2 പത്രോസ് ഹല്ലേലൂയ 2:1 നമുക്ക് കാണുവാൻ കഴിയുന്നു, വിലയേറിയ വിശ്വാസമുള്ളവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നാം വില കൊടുത്ത് വിശ്വസിക്കണം. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വിശുദ്ധ ഹല്ലേലൂയ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. വായിക്കാം 2 പത്രോസ് 2:1.
എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കാന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്ര നാശം വരുത്തും. 2 പത്രോസ് 2:1. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീതിമാനായ കാര്യസ്ഥൻ നമ്മുടെ ഹല്ലേലൂയ പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ കാര്യസ്ഥൻ എന്ന് പറയുന്നത് നീതിമാനായ കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നാം അവിശ്വസ്തരായി തീരുവാൻ പാടില്ല. ഹല്ലേലൂയ. അവിശ്വസ്തരായി തീർന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ നാം ഹല്ലേലൂയ ഉദ്ദേശിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസമായിരിക്കണം. ഭക്തന്മാർ ഹല്ലേലൂയ തങ്ങളുടെ വിശ്വാസം വളരെ വിലയേറിയതായി കാണുവാനായിട്ട് ഇടയായി തീരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് നാം വിലയേറിയ വിശ്വാസമുള്ളവരായിരിക്കണം. അടുത്ത് നമുക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുന്നത് അതിവിശുദ്ധമായിരിക്കുന്ന വിശ്വാസമാണ്. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതിവിശുദ്ധമായിരിക്കുന്ന വിശ്വാസം നമുക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവപുത്രനിലുള്ള വിശ്വാസം വേണം. ഗലാത്യ ലേഖനം 2:20 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ദൈവപുത്രനിലുള്ള വിശ്വാസത്തെ കുറിച്ച്. ഗലാത്യർ 2:20. ഗലാത്യ ലേഖനം 2:20. ഗലാത്യർ 2:20. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. 2:20. സ്തോത്രം 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 സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു. അപ്പോൾ ഹല്ലേലൂയ ഇനി ഞാൻ ഹല്ലേലൂയ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു. ഹല്ലേലൂയ. എന്റെ ജഡത്തെ ഞാൻ അതോടുകൂടി ഹല്ലേലൂയ എന്റെ പ്രൈസ് ദി ലോർഡ് ജഡത്തെ ഞാൻ അതോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഹല്ലേലൂയ തന്നോട് വാഗ്ദത്തം ചെയ്ത ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ അബ്രഹാം ഹല്ലേലൂയ തിരിഞ്ഞു നോക്കാതെ തന്റെ പിതൃപാരമ്പര്യം വിട്ട് തന്റെ കുടുംബ പശ്ചാത്തലം വിട്ട് ഹല്ലേലൂയ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ അതേപടി അനുസരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഒരു നിർവ്യാജ വിശ്വാസം ഹല്ലേലൂയ ഒരു വ്യാജമില്ലാത്ത ഹല്ലേലൂയ അധരങ്ങൾ കൊണ്ടുള്ള ഒരു വ്യാജമില്ലാത്ത ഹൃദയം കൊണ്ടുള്ള ഒരു വിശ്വാസം അബ്രഹാമിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചരിത്രം അല്ലെങ്കിൽ നാം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തു കൊടുത്ത ദൈവമാണ് ഹല്ലേലൂയ നാം ഹല്ലേലൂയ ഇന്ന് ഉയർത്തി ഹല്ലേലൂയ വചനത്തിലൂടെ ഉയർത്തുന്ന സർവശക്തനായിരിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ഹല്ലേലൂയ അബ്രഹാമിന്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ ദൈവം നൽകി ഹല്ലേലൂയ കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ ദൈവം നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരുന്നു. നമുക്കറിയാം ഹല്ലേലൂയ വിശ്വാസം കൂടാതെ ഒരിക്കലും നമ്മ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. വിശ്വാസത്തോട് കൂടിയേ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല
ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ അത് പ്രൈസ് തകർച്ചയുടെ നടുവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. നാം ആരെ വിശ്വസിക്കുന്നുവെന്ന് ഹല്ലേലൂയ നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. നാം വിശ്വസിക്കുന്ന ദൈവം ഹല്ലേലൂയ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നാം ഹല്ലേലൂയ കടന്നു പോകുന്ന മരുഭൂ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ ഭക്തന്മാർ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ ഹല്ലേലൂയ അവരുടെ അവസ്ഥകൾക്ക് തന്നെ ഹല്ലേലൂയ ദൈവം ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ വിലയേറിയ വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ നിർവ്യാജമായ വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായിരിക്കുന്ന ഒരു വിശ്വാസമായി തീരേണ്ടത് ആവശ്യകരമാണ്. ഹല്ലേലൂയ പുതിയ നിയമസഭയുടെ അതിപ്രധാനമായ ഹല്ലേലൂയ തൂണുകളിൽ അതിപ്രധാനമായ തൂണുകളിൽ പ്രൈസ്തലോ തൂണ് പോലെയുള്ള തൂണാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം എന്ന തൂണ് തകർന്നു പോയാൽ അല്ലെങ്കിൽ പ്രൈസ്തലോ ഹല്ലേലൂയ ആ വലിയ കെട്ടിടം തന്നെ തകർന്ന് വീഴുന്നത് പോലെ അല്ലെങ്കിൽ ജീവിതത്തിലെ അല്ലെങ്കിൽ സകല മേഖലകളും തകർച്ചയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവരൊക്കെ ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ അതേപടി ഹല്ലേലൂയ വിശ്വസിച്ചവരൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വാക്കുകളെ അതുപടി അതേപോലെ കേട്ട് അനുസരിച്ച് വിശ്വസിച്ചവർ ഹല്ലേലൂയ അല്ലെങ്കിൽ നന്മ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു, അവർ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം, യേശുവിന്റെ ഉറ്റ ശിഷ്യനായിരുന്ന തോമസ് അവിശ്വാസം കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റത് തോമസിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. തോമസിന് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് കൂടെ ഇരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തോമസിന് പ്രത്യക്ഷനായി. അല്ലെങ്കിൽ പ്രൈസ് യോഹന്നാൻ 20:25 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുവിന്റെ കൈപ്പത്തിയിലേക്കൊന്ന് തടവി നോക്കിയിട്ട് യേശുവിന്റെ കരത്തിലേക്ക് ആണിയടിച്ച മുറിപ്പാടുകൾ ഹല്ലേലൂയ തന്റെ കരത്തിൽ തൊട്ട് ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രൈസ് തൊട്ട് വിശ്വസിക്കുവാനിടയായി തീർന്നു. അവിടെ അവിശ്വാസത്തെ മാറ്റി ഹല്ലേലൂയ വിശ്വാസം അല്ലെങ്കിൽ വരുത്തുവാൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ തോമസിന് പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നാം അവിശ്വാസത്തിന്റെ വാക്കുകളാണോ പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്? വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ ഹല്ലേലൂയ പറയാതെ അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ വാക്കുകളും ചിന്തകളും നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കുകളെ ക്ഷമിക്കുന്ന ഒരു കർത്താവാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, 12 വർഷക്കാലം ഹല്ലേലൂയ രോഗത്താലിൽ ബാധിച്ച് അല്ലെങ്കിൽ പ്രൈസലോ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ഏറെ അല്ലെങ്കിൽ പ്രൈസലോ ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യന്മാരാൽ അല്ലെങ്കിൽ തള്ളപ്പെട്ട അല്ലെങ്കിൽ പ്രൈസലോ ഹല്ലേലൂയ 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ചതായിരുന്ന ഒരു സ്ത്രീയെ ഹല്ലേലൂയ അവൾ ഒന്ന് വിശ്വസിച്ചു. കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എന്റെ രോഗത്തിന് ഭേദം ഉണ്ടാകും, എന്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകുമെന്ന് പ്രൈസോ രക്തസ്രാവക്കാർ വിശ്വസിച്ചു. അവളുടെ ജാതിയോ അവളുടെ അന്നത്തെ അല്ലെങ്കിൽ പ്രൈസോ നിയമങ്ങളോ അല്ലെങ്കിൽ പ്രൈസോ ന്യായപ്രമാണമോ ഒക്കെ വിട്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ക്ഷണത്തിൽ ആ പ്രിയപ്പെട്ടവൾക്ക് അല്ലെങ്കിൽ സൗഖ്യം ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ
പ്രിയമുള്ളവരെ, ഏത് രോഗത്തിന്റെ ഭാരത്തിലാണോ നീ ആയിരിക്കുന്നത്, ഒരുപക്ഷെ അല്ലെങ്കിൽ പ്രൈസലോ ആശുപത്രികൾ തോറും അല്ലെങ്കിൽ ഏറിയ ഹല്ലേലൂയ ഡോക്ടർമാരാൽ അല്ലെങ്കിൽ സാമ്പത്തികങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ചെലവഴിച്ച് അല്ലെങ്കിൽ ഒരു സൗഖ്യവും ലഭിക്കാതെ വണ്ണം ഹല്ലേലൂയ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നീ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്തസ്രാവക്കാരിയെ സ്ത്രീയുടെ അല്ലെങ്കിൽ രക്തസ്രാവം ക്ഷണത്തിൽ തന്നെ വിടുതൽ നൽകിക്കൊടുത്ത ദൈവം ഹല്ലേലൂയ നിന്റെ ഏത് രോഗമാണോ, നിന്റെ ഏത് ഭാഗത്ത് പുറത്തു പറയുവാൻ കഴിയാത്ത തരത്തിലാണോ നിന്റെ രോഗമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ തിരുവചനത്തെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് അല്ലെങ്കിൽ പ്രൈസലോൺ ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, ഞാൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ച ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് അല്ലെങ്കിൽ പ്രൈസ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പേർക്ക് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും. വിശ്വാസമില്ലാതെയാണ് നീ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രൈസ് രണ്ടും കെട്ട മനസ്സോടുകൂടിയാണ് ഹല്ലേലൂയ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്. ദൈവവചനം ഹല്ലേലൂയ പ്രൈസ് നമുക്കൊരു ഉറപ്പ് ഈ ദിവസം നമുക്ക് പകർന്നു തരികയാണ്. വിശ്വാസത്തോടുകൂടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ 12 വർഷം ഹല്ലേലൂയ രക്തസ്രാവം പിടിച്ച് അല്ലെങ്കിൽ പ്രൈസലോ നമുക്കറിയാം രക്തസ്രാവം ഹല്ലേലൂയ അല്ലെങ്കിൽ രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങുവാൻ കഴിയില്ല. അല്ലെങ്കിൽ 4 ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്ത് ഒരു വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷമായിരിക്കുന്ന ഒരു പ്രോഗ്രാമുകളിലോ അല്ലെങ്കിൽ പ്രൈസലോ ഹല്ലേലൂയ ഒന്നിനും പങ്കെടുക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ആ ദേശത്തിലുള്ളവരാരും അല്ലെങ്കിൽ ആ പ്രിയ സഹോദരിയെ അടുപ്പിക്കാതിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലാണൊന്ന് തൊട്ടത്. അപ്പോൾ തന്നെ ക്ഷണത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് വ്യാപരിക്കുവാൻ ഇടവന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അല്ലെങ്കിൽ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു മറുപടി നൽകുവാനായിട്ട് ഇടയായിത്തീരും. മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, കടുകുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി അല്ലെങ്കിൽ കടലിൽ മേൽ പോയി കിടക്കുവാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. എന്താണ് ഇവിടെ ഹല്ലേലൂയ മലയെന്ന് ഉദ്ദേശിക്കുന്നത്? പ്രൈസലോ ഒരു ചെറിയ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ എത്ര വലിയ പ്രശ്നമായിരുന്നാലും, എത്ര വലിയ രോഗമായിരുന്നാലും, എത്ര വലിയ പ്രതിസന്ധി ആയിരുന്നാലും ഇരച്ച് കലങ്ങി മറിഞ്ഞ് ഒഴുകി വരുന്ന ഇപ്പോൾ തകർത്ത് കളയുമെന്ന് അല്ലെങ്കിൽ ഉദ്ദേശത്തോടുകൂടി ആർത്തിരമ്പി വരുന്ന അല്ലെങ്കിൽ ചെങ്കടൽ പോലെ ആർത്തിരമ്പി വരുന്ന കടൽ തിരമാലകൾക്ക് സദൃശ്യമായിരിക്കുന്ന പ്രതികൂലങ്ങളെ അല്ലെങ്കിൽ പ്രൈസലോ മാറ്റി അല്ലെങ്കിൽ അതിന്റെ നടുവിലൂടെ അല്ലെങ്കിൽ ഒരു വിശാലമായ ഒരു പ്രൈസലോ ഒരു ഉത്തരം നിനക്ക് തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് അല്ലെങ്കിൽ പ്രൈസലോ ഹല്ലേലൂയ നമ്മുടെ മേലുള്ളത്. അവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അല്ലെങ്കിൽ നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഹല്ലേലൂയ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം എടുത്തവരും അത് വായിച്ചവരും അല്ലെങ്കിൽ ഒരു നാളും നശിച്ചു പോയിട്ടില്ല. വേദപുസ്തകം വായിച്ചവരെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേദപുസ്തകം വായിക്കും തോറും അതിന്റെ ഹല്ലേലൂയ രസം ഇങ്ങനെ കൂടിക്കൂടി വരുവാനായിട്ട് ഇടയായിത്തീരും. തേനിനേക്കാളും തേൻകട്ടയെക്കാളും ഏറെ മാധുര്യമുള്ളതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ വചനത്തിന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ കഴിയുന്നു, നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ കഴിയുന്നു, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ കഴിയുന്നു, നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനം തരുവാൻ കഴിയുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്നവരുണ്ട് ഹല്ലേലൂയ ഉണ്ട് ഹല്ലേലൂയ. ഹൃദയം തകർന്നു ഹല്ലേലൂയ, മനസ്സ് തകർന്നു ഹല്ലേലൂയ, വളരെയധികം ഭാരത്തോടുകൂടി നാളെ ഹല്ലേലൂയ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഇന്ന് കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഹല്ലേലൂയ അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഞാനത് എങ്ങനെ എന്റെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീരും. അല്ലെങ്കിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ലോർഡ് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറുഭാഗത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല, പിറകിലോട്ട് തിരിഞ്ഞു നോക്കുവാൻ കഴിയുന്നില്ല. എല്ലാ വഴികളും ബ്ലോക്കാണ് എന്റെ മുൻപിൽ, എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, വചനത്തിന് അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ, വിശ്വാസത്തോടുകൂടി ഉയരത്തിലേക്കൊന്ന് കണ്ണുകളെ ഉയർത്തുവാൻ, വിശ്വാസത്തോടുകൂടി ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് പകരുവാൻ ഹല്ലേലൂയ ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ദൈവം ഹല്ലേലൂയ നിനക്ക് ഉത്തരം തരുവാൻ മതിയായവൻ തന്നെയാണ്. ആമേൻ ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മുടെ കേരളത്തിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് വളരെയധികം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു വാർത്തയായിക്കൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ. വളരെയധികം വേദനയോടുകൂടി, വളരെയധികം പ്രയാസത്തോടുകൂടി നാം ഹല്ലേലൂയ ഓരോ ദിവസവും ഓരോ നിമിഷവും ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഒരു സഹോദരന് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ലോറിയുമായിട്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ തന്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടിയിട്ട്, തന്റെ ഹല്ലേലൂയ കുഞ്ഞിനെ പോറ്റുവാൻ, തന്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ പുലർത്തുവാൻ വേണ്ടിയിട്ട് ജീവിത ഭാരവുമായിട്ട് ഹല്ലേലൂയ ഇറങ്ങിത്തിരിച്ച ഒരു സഹോദരനെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കാണുവാൻ കഴിയുന്നില്ല. പ്രൈസ് ലോർഡ് വളരെയധികം തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ആ ദേശത്ത് തന്നെ ഹല്ലേലൂയ ആ ശക്തിയോടുള്ള ആ മണ്ണൊലിച്ചിൽ വന്ന് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അനേകം പേർ ആ മണ്ണിനടിയിൽ ആകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കടന്നുപോയ പാതകൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. നാം കടന്നുപോയ വഴികളെ പുറകിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. നാം ഓടിച്ച വാഹനത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് മറ്റു വാഹനങ്ങൾ വന്ന് ഇടിച്ച് അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് അനേകം പേരുടെ ജീവനൊക്കെ പോയപ്പോൾ, അനേകം പേരുടെ കൈകാലുകൾ തകർന്നപ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഹൃദയം തകർന്നു പോയപ്പോൾ ഹല്ലേലൂയ പ്രൈസ് നമുക്ക് മുന്നിലൂടെ പോയവർ അല്ലെങ്കിൽ മരണത്തിന്റെ അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് മണിനാദം ഹല്ലേലൂയ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നാം ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ഹല്ലേലൂയ ശക്തി കൊണ്ടല്ല, നമ്മുടെ ഹല്ലേലൂയ യാതൊരുവിധമാകുന്ന ഗുണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ മഹിമയോ അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് സാമ്പത്തിക പശ്ചാത്തലം ഒന്നുമല്ല. ദൈവത്തിന് നമ്മോടുള്ള ഒരു ഫേവറാണ്, ദൈവത്തിന് നമ്മോടുള്ള ഒരു സ്നേഹമാണ്, ദൈവത്തിന് നമ്മോടുള്ള ഒരു കരുണയാണ്, ദൈവത്തിന് നമ്മോടുള്ള ഒരു കൃപയാണ്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് മുട്ടുമടക്കുവാൻ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് ഹല്ലേലൂയ താഴ്ന്നു കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിലയേറിയ വിശ്വാസമുള്ളവരായിരിക്കണം. നാം അതിമഹത്തായ അതിവിശുദ്ധമായ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവപുത്രനിലുള്ള വിശ്വാസം നമ്മിലുണ്ടായിരിക്കണം. ഗലാത്യർ 2:20 നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവപുത്രനിലുള്ള വിശ്വാസം. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം നിർവ്യാജ വിശ്വാസമായി തീരണം. നാം ആരെയും കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല നാം ആത്മീകരായി തീരേണ്ടത്. നമ്മുടെ ആത്മീകമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലാണ് നാം കാണിക്കേണ്ടത്. ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ ആ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് വിശ്വാസത്തിൽ ജീവിച്ചതായിരിക്കുന്ന നീതിമാന്മാരെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ ഭക്തനായ ഇയ്യോബ് തന്റെ വിശ്വാസം, തന്റെ ദൈവത്തോടുള്ള വിശ്വാസം അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുവാനിട്ടിടയായി തീർന്നു. തന്റെ സകലതും നഷ്ടപ്പെട്ടു, സകല നന്മകളും നഷ്ടപ്പെട്ടു, താൻ നേടിയതൊക്കെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ എന്നിട്ടും ഹല്ലേലൂയ തന്റെ ജീവിതത്തിലുള്ള തന്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയി. ഹല്ലേലൂയ തന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു ഹല്ലേലൂയ ഇനിയും നീ എന്തിനാ ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്? പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നീ എന്തിനാ ജീവിക്കുന്നതെന്നുള്ള ചോദ്യം വരെ
അല്ലെങ്കിൽ യോബിന്റെ മുൻപിൽ വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഒരുപക്ഷെ നമ്മോടും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ നീ എന്തിനാണ് ജീവിക്കുന്നത്, നിന്നെ കൊണ്ട് എന്താണ് പ്രയോജനം, നിന്നെ കൊണ്ട് എന്താണ് അല്ലെങ്കിൽ ഫലമുള്ളതെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ നമ്മോട് ചോദിക്കുന്നുണ്ടാകും. എന്നാൽ ദൈവത്തിന് അല്ലെങ്കിൽ പ്രൈസ് നമ്മോട് പറയുവാനുള്ളത്, മറ്റുള്ളവരെന്തോ നിന്നെ പറഞ്ഞോട്ടെ, മറ്റുള്ളവരെന്തോ നിന്നെ കുറിച്ച് ചിന്തിച്ചോട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ പ്രൈസലോ ഇന്ന് ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയിലൂടെ തീർന്നു പോകുന്നതല്ല. നീതിമാന്റെ വിശ്വാസത്തോടുകൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഇന്ന് നിന്റെ കഷ്ടത ഹല്ലേലൂയ, ഇന്ന് നിന്റെ ഹല്ലേലൂയ ഇവിടത്തെ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ, ഇന്ന് നിന്റെ ഇവിടത്തെ രോഗങ്ങൾ, ഇന്ന് നിന്റെ ഇവിടത്തെ ശോധനകൾ, ഇന്ന് നീ അനുഭവിക്കുന്നതായിരിക്കുന്ന പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ പ്രൈസ് റോമർ 8 അല്ലെങ്കിൽ പ്രൈസ് 28 അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ഈ കാലത്തിൽ നമുക്ക് ഒത്തിരി കഷ്ടങ്ങളുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളെ നാം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ പ്രൈസലോ അല്ലെങ്കിൽ കർത്താവിലാണ് ആശ്രയിച്ച് അല്ലെങ്കിൽ തരണം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൈസലോ നീ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരികയില്ല. നിന്റെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരികയില്ല. അല്ലെ അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായി തീർന്നത്, ാണ് പ്രകാശകരമായി തീർന്നത്. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവരുടെ മുഖമാണ് ലജ്ജിച്ചു പോകാത്തത്. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസിച്ചവരുടെ മുഖമാണ് ഹല്ലേലൂയ ലജ്ജിച്ചു പോകാത്തത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ സമയം ഹല്ലേലൂയ അല്ലെ പ്രൈസ് ഹല്ലേലൂയ ഇന്ന് പകൽ ഈ സമയത്ത് എന്നെ എവിടെ നിന്ന് കേൾക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ ഇതുവരെയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് യാത്ര തിരിച്ചത്. ഞാൻ കർത്താവിന്റെ വചനങ്ങളെ അതേപടി അനുസരിക്കുന്നു, ഞാൻ കർത്താവിന്റെ വചനങ്ങളെ അതേപോലെ ഹല്ലേലൂയ പ്രൈസ് പ്രമാണിക്കുന്നുണ്ട്, വചനം അതുപോലെ ഞാൻ അനുസരിക്കുന്നുണ്ട്. എന്നിട്ടും എന്റെ ജീവിതത്തിൽ കഷ്ടതകൾ മാത്രമേയുള്ളൂ, പട്ടിണി മാത്രമേയുള്ളൂ, സാമ്പത്തിക ബാധ്യതകൾ മാത്രമേയുള്ളൂ, നിരാശകൾ മാത്രമേയുള്ളൂ എന്ന് ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ വേവലാതിയോടുകൂടി ഭാരത്തോടുകൂടി കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നു ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ നമ്മിൽ ഹല്ലേലൂയ പ്രൈസ് വെളിപ്പെടുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഹല്ലേലൂയ അത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവഭക്തന് എണ്ണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം അത് പട്ടുമെത്തയുടെ ജീവിതമല്ല. നാം എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നുവോ, നാം എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നാം അതിനേക്കാളും അപ്പുറമായിട്ടുള്ള പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിൽ നേരിടുവാനിടയായി തീരും. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ശക്തി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ നമുക്ക് ശക്തി തരുന്നു. അത് ആ ഹല്ലേലൂയ വചനം നമുക്ക് ബലം തരുന്നു. വചനം നമുക്ക് ജീവനും ചൈതന്യവും തരുന്നു. നമുക്കറിയാം ആത്മഹത്യയുടെ മുനമ്പിൽ പോലും, ആത്മഹത്യയുടെ തുമ്പത്ത് പോലും എത്തി നിൽക്കുന്ന കയറെടുത്തുകൊണ്ട് അല്ലെ വിഷക്കുപ്പി എടുത്തുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിലേക്ക് കാലുകളെ എടുത്തു വെച്ച അല്ലെങ്കിൽ അനേകം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ കരം പിടിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രങ്ങൾ ഒത്തിരിയധികം സാക്ഷ്യങ്ങൾ നാം കേൾക്കുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതാണ്, ജീവനും ശക്തിയുമുള്ളതാണ്. ദൈവവചനം ഹല്ലേലൂയ വിടുവിക്കുന്നതാണ്. ദൈവവചനം രോഗം സൗഖ്യം നൽകുന്നതാണ്. ദൈവവചനം ഹല്ലേലൂയ സാമ്പത്തിക ബാധ്യതകളുടെ മധ്യേ വിടുതൽ തരുവാൻ ശക്തിയുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ പർവ്വതം പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പർവ്വത സമാനമായിരിക്കുന്ന
പ്രശ്നം പോലെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ ആ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ അത് നികത്തി ഹല്ലേലൂയ ഹല്ലേലൂയ സെരുബാബേലിന്റെ മുൻപിൽ നിന്ന മഹാപർവ്വതത്തെ കൃപ എന്ന് ആർത്തപ്പോൾ അവരുടെ മുമ്പിൽ നിരന്നുവെങ്കിൽ, അവരുടെ മുമ്പിൽ സമഭൂമിയായെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുൻപിൽ നാം വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ പ്രൈസലോ വേറിട്ട ഒരു ജീവിത ശൈലിയോടുകൂടി ഇതുവരെ നാം ഹല്ലേലൂയ വിശ്വാസത്തിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ പലപ്പോഴും പതറിപ്പോയേക്കാം. എന്നാൽ വിശ്വാസത്തിൽ ഇന്ന് ഈ സമയം ഹല്ലേലൂയ ഒന്നുകൂടി ബലപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ നമ്മുടെ ആദ്യ വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ അന്ത്യം വരെ തന്നെ കാണുവാനിടയായി തീരണം. ഹല്ലേലൂയ പ്രൈസലോ. ഒരുപക്ഷെ ഹല്ലേലൂയ മറ്റുള്ള സുഖങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഹല്ലേലൂയ പ്രൈസലോ പെട്ടെന്നുള്ള ഹല്ലേലൂയ പ്രൈസലോഡ് ഹല്ലേലൂയ മുൻപിൽ നമ്മുടെ വിശ്വാസത്തെ മാറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹല്ലേലൂയ ഏതെങ്കിലും ഹല്ലേലൂയ പ്രൈസലോ കാണാൻ കാമ്യമുള്ളതും ഹല്ലേലൂയ പ്രൈസലോ അല്ലെങ്കിൽ ഹല്ലേലൂയ സുഖിക്കുവാൻ ഹല്ലേലൂയ സുഖത്തിന്റെ ലോലുപതയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ഏതെങ്കിലും ഹല്ലേലൂയ വിധത്തിലുള്ള ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ ഏതെങ്കിലും വിധത്തിലുള്ള ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഹല്ലേലൂയ നന്മകൾ നിന്റെ മുൻപിൽ വരുന്നുവെങ്കിൽ വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിക്കും അതിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. ആമേൻ. വിശ്വാസത്തിൽ ഹല്ലേലൂയ ജീവിക്കുന്നവർക്ക് എന്ന് പ്രതിസന്ധിയായിരിക്കും, എന്ന് പ്രതികൂലമായിരിക്കും, എന്നാലും ഹല്ലേലൂയ അവന് ഉറങ്ങുവാനുള്ള സമാധാനം എന്റെ ദൈവം നൽകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം എന്റെ ഉള്ളത്തിൽ നൽകിയിരിക്കുന്നെന്ന് ഭക്തൻ പറയുന്നത് പോലെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാന്റെ നിലവിളി കേൾക്കുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചവരുടെ മുൻപിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ വാതിലുകൾ തുറന്നു കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഹല്ലേലൂയ ചില നന്മകളെ, ചില അനുഗ്രഹങ്ങളെ, ചില വാതിലുകളെ നമ്മുടെ മുമ്പിൽ തുറന്നു തരുവാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അബ്രഹാമും യോസേഫും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതുപോലുള്ള ഹല്ലേലൂയ മോശയൊക്കെ ഹല്ലേലൂയ വർഷകാലങ്ങൾ ഹല്ലേലൂയ 40 വർഷവും ഹല്ലേലൂയ 13 വർഷവും ഒത്തിരി വർഷങ്ങൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ ഹല്ലേലൂയ കാത്തിരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ 40 വർഷമൊന്നും ഒരുപക്ഷെ നമുക്കാർക്കും കാത്തിരിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു ദിവസം പോലും നമുക്ക് കാത്തിരിക്കുവാൻ കഴിയാത്ത ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം 40 വർഷവും 13 വർഷവും ഹല്ലേലൂയ 38 വർഷവും ഒക്കെ കാത്തിരുന്നവർക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതിമഹത്തായ പ്രതിഫലങ്ങളെ, അനുഭവങ്ങളെ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം താൻ വിശ്വാസത്താൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അബ്രഹാം താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നു. ആമേൻ. വാർദ്ധക്യകാലത്തിൽ ലഭിച്ച സന്തതി. നമുക്കറിയാം അബ്രഹാമിന്റെ സാറയുടെയൊക്കെ ജീവിത ചരിത്രം. വയസ്സ് ചെന്നു ഹല്ലേലൂയ അവരുടെ ശരീരം, സാറയുടെ ശരീരം അല്ലെങ്കിൽ ഗർഭപാത്രം നിർജീവമായി. ഇനി ഒരു സാഹചര്യവുമില്ല തന്റെ ശരീരത്തിൽ ഒരു പുത്രോത്പാദനം നടക്കണമെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഹല്ലേലൂയ അവരുടെ ശരീരത്തിൽ യാതൊരു വിധമാകുന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സാഹചര്യവുമില്ല. എന്നാൽ അതിന്റെ നടുവിലും വിശ്വാസത്തോടുകൂടി അബ്രഹാമും സാറയും ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർക്ക് വാഗ്ദത്ത സന്തതിയെ ദൈവം നൽകി. എന്നാൽ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെയും യഹോവ അബ്രഹാമിന് വേണ്ടി കരുതുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നാം വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഭംഗം വരാതെ, വിശ്വാസത്തിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു ചുളുക്കവും വരാതെ എന്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ മതിയായവനാണ്. എന്നെ ഹല്ലേലൂയ മരണത്തിൽ നിന്ന്, എന്റെ രോഗത്തിൽ നിന്ന്, എന്റെ കടഭാരത്തിൽ നിന്ന്, എന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആക്ഷേപിക്കുന്നവരുടെ നടുവിൽ നിന്ന്, എന്നെ മാറ്റി നിർത്തുന്നവരുടെ മുൻപിൽ നിന്ന് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ ഓടിച്ചവരുടെ മുന്നിൽ ഹല്ലേലൂയ എന്നെ അകറ്റി നിർത്തിയവരുടെ നടുവിൽ
എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിക്കുവാൻ എന്റെ ദൈവമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ നീതിമാന്റെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഇന്ന് ഈ സമയം സന്ധ്യാസമയം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് അടുത്തു വരികയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മോട് അടുത്തു വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ നമ്മുടെ അവിശ്വാസത്തെ പരിഹരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസത്തെ ഹല്ലേലൂയ ക്ഷമിക്കുവാൻ. ഇതുവരെ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നു. ഈ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ട് അല്ലെങ്കിൽ ജാതികളുടെ മധ്യയിൽ നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ ഈ ദൈവത്തെ എന്റെ കൂട്ടുകാരുടെ നടുവിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിന്ന് എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. എന്റെ ജീവിതത്തിൽ നന്മ കാണുവാൻ കഴിയുന്നില്ല, എന്റെ ജീവിതത്തിൽ ഉയർച്ച കാണുവാൻ കഴിയുന്നില്ല, എന്റെ ജീവിതത്തിൽ ദിനംതോറും നിമിഷങ്ങൾ തോറും പ്രതികൂലങ്ങൾ മാത്രമാണ്, പ്രതിസന്ധികൾ മാത്രമാണ് എന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, എന്ന് വേദനിച്ചുകൊണ്ട്, എന്ന് ഹൃദയഭാരത്തോടുകൂടി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അവിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന അവിശ്വാസത്തെ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു പാപവുമില്ലാത്തവൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പാപപരിഹാരമായി തീർന്നുവെങ്കിൽ, അവന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തുവെങ്കിൽ, ആ നല്ല ഇടയനായിരിക്കുന്ന, ആ നല്ല അല്ലെങ്കിൽ പ്രൈസലോ ഇടയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ അവിശ്വസ്തതയെ, നമ്മുടെ അവിശ്വാസത്തെ ക്ഷമിക്കുവാൻ മതിയായവനാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് പകരാം. ഇതുവരെയും എന്റെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശ്വാസത്തെ ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ മാറ്റിമറിക്കുന്ന തരത്തിൽ എന്റെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നു. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യമാകുമോ, കഴിയുമോ? എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുമോ? ഈ ഹല്ലേലൂയ ബാധ്യതകൾ എന്നിൽ നിന്ന് മാറുമോ? അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ എന്നെ തള്ളിക്കളഞ്ഞവർ ഹല്ലേലൂയ അവർ കാണെ എന്റെ ജീവിതം അവസാനിക്കുമോ? എന്റെ ജീവിതം ഇങ്ങനെ നരകിച്ച് ഹല്ലേലൂയ പ്രൈസലോ അവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ ലജ്ജാപാത്രമായി തീരുമോ? ഞാൻ ലജ്ജിക്കപ്പെട്ടവനായി തീരുമോ? ഞാൻ ലജ്ജിക്കപ്പെട്ടവളായി തീരുമോ എന്ന് ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പ്രൈസലോ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ പ്രൈസലോ യാഗമായി തീർന്ന് അല്ലെങ്കിൽ കാൽവരിയിൽ ഹല്ലേലൂയ യാഗമായി ഉടഞ്ഞ് തകർന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ഹല്ലേലൂയ നമ്മെ ജീവിപ്പിക്കുവാൻ, നമ്മെ ഉയർത്തുവാൻ, നമ്മെ കരം പിടിച്ച് ഹല്ലേലൂയ മാനിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്കൊന്ന് പകരാം. എന്റെ അവിശ്വസ്തതകൾ എന്റെ കർത്താവ് ക്ഷമിക്കണം. ഹല്ലേലൂയ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി വിശ്വസ്തയോടുകൂടി വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുത്ത നല്ല ദൈവം, എരിയുന്ന തീച്ചൂളയ്ക്കുള്ളിൽ നാലാമനായി ഇറങ്ങി വന്ന് വിടിവിച്ചവനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ബന്ധനസ്ഥരായിരുന്നവരെ അതിൽ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന് ആ കാരാഗ്രഹത്തിന്റെ പ്രമാണിയെ പോലും അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുത്ത എന്റെ ദൈവം, സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് വിടിവിച്ചവനായിരിക്കുന്ന എന്റെ ദൈവം, എരിയുന്ന തീച്ചുളയുടെ പ്രൈസുള്ള എണ്ണയിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വനാന്തരങ്ങളിൽ ഹല്ലേലൂയ പ്രൈസുള്ള കടിച്ചു കീറാൻ വരുന്ന സിംഹത്തിന്റെ മുന്നിൽ നിന്ന് മാനിച്ച് ഉയർത്തി ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ ശുദ്രജീവികൾ തകർക്കുവാൻ വന്നപ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ മറന്നു കളഞ്ഞപ്പോൾ, പിതാവ് മറന്നപ്പോൾ, മാതാവ് മറന്നപ്പോൾ, സഹോദരങ്ങൾ മറന്നപ്പോൾ ഹല്ലേലൂയ ഉയർത്തി ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്തവനായിരിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങളാൽ
അല്ലെങ്കിൽ പ്രൈസലോ അല്ലെങ്കിൽ തള്ളപ്പെട്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട് മിസ്രൈമിന്റെ ചന്തയിൽ ഹല്ലേലൂയ പ്രൈസലോ വ്യാപാരത്തിനായി കൊണ്ടുവച്ച് ഹല്ലേലൂയ പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രൈസലോ പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് അതിൽ വളരെയധികം നിന്നെ അനുഭവിച്ച് ഭാരം അനുഭവിച്ചു അതിൽ ചെയ്യാത്ത കള്ളക്കേസിൽ അല്ലെങ്കിൽ പ്രൈസലോ ജയിലറയ്ക്കുള്ളിൽ ഹല്ലേലൂയ ആയിത്തീർന്ന് അവിടെ നിന്നും ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പ്രൈസലോ മിസ്രൈമിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാക്കി തീർത്ത എന്റെ ദൈവം പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ തകർച്ചയുടെ നടുവിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്ന ഹല്ലേലൂയ ഈ ദൈവം വിശ്വാസത്തോടുകൂടിയുള്ള ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുകയാണ്. അവിടെ ഇവിടങ്ങളായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ മതിയായവനാണ്. വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാം. വിശ്വാസത്തോടുകൂടിയുള്ള നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഈ ഭൂമിയിൽ ധന്യകരമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന ജോലി മണ്ഡലങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ എല്ലാ നന്മകളിലും ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ കർത്താവിന് പ്രയോജനമുള്ള നല്ല കുടുംബങ്ങളാക്കി നല്ല ജീവിതങ്ങളാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഹല്ലേലൂയ ദേവദാസന്മാർക്കായി നന്ദി പറയുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം.